ഈ മാസം 8-ാം തീയതി മുതൽ 14-ാം തീയതി വരെ ലോകമെങ്ങും ഗ്ലോക്കോമ വാരാചരണം നടക്കുകയാണ്. കാഴ്ചയെ നിശബ്ദമായി അപഹരിക്കുന്ന നേത്രരോഗമാണ് ഗ്ലോക്കോമ. രോഗലക്ഷണങ്ങളില്ലാത്തതിനാൽ ചികിത്സയിലൂടെ വീണ്ടെടുക്കാനാകാത്ത വിധം കാഴ്ചയെ ബാധിക്കുമ്പോൾ മാത്രമാണ് പലപ്പോഴും ഈ രോഗം തിരിച്ചറിയുന്നത്. ഗ്ലോക്കോമ ബോധവൽക്കരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൊച്ചി അമൃത ആശുപത്രിയിലെ ഒഫ്താൽമോളജി വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ മനോജ് പ്രതാപൻ സംസാരിക്കും. നമസ്കാരം, ഞാൻ ഡോക്ടർ മനോജ് പ്രതാപൻ, കൊച്ചി അമൃത ഹോസ്പിറ്റലിലെ ഗ്ലോക്കോമ സ്പെഷ്യലിസ്റ്റാണ്. മാർച്ച് 8-ാം തീയതി മുതൽ ഗ്ലോക്കോമ വാരമാണ്. ഗ്ലോക്കോമ അന്ധതയ്ക്ക് കാരണമാകുന്ന ഒരു അസുഖമാണ്. ഒരു ഇറിവേഴ്സിബിൾ കോസ് ഓഫ് ബ്ലൈൻഡ്നെസ് എന്ന് പറയും. അതായത് ഒരിക്കൽ കാഴ്ച നഷ്ടപ്പെട്ടാൽ അത് പെർമനൻ്റ്ലി കാഴ്ച പോയതായിട്ട് കൂട്ടണം. ഗ്ലോക്കോമ കണ്ണിനുള്ളിലെ മർദ്ദം കൂടി കണ്ണ് ഞരമ്പിന് കേടുവരുന്ന ഒരു അസുഖമാണ്. അപ്പോൾ മർദ്ദം കൂടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലേ എന്നുള്ളതാണ് ചോദ്യം. പലപ്പോഴും ഉണ്ടാവണമെന്നില്ല. പതുക്കെ പ്രഷർ കൂടി ഓവർ ടൈം ഞരമ്പിന് കേടുവന്ന് കാഴ്ചയെ പതുക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ പലപ്പോഴും രോഗികൾ ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടെന്ന് പോലും അറിയുന്നുണ്ടാവില്ല. അതിനാണ് ഇത് ഗ്ലോക്കോമ ഒരു സൈലൻറ്റ് തീഫ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രോഗനിർണയമാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ വൈകിയ ഡയഗ്നോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും കൂടുതൽ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ നേരത്തെ നിർണ്ണയിക്കാൻ വേണ്ടി സ്ക്രീനിങ് നടത്തണം. പീരിയോഡിക്കലായിട്ട് സ്ക്രീനിങ് നടത്തണം. ആരാണ് സ്ക്രീനിങ്ങിന് വിധേയരാവേണ്ടത്? ഗ്ലോക്കോമ വരാൻ സാധ്യതയുള്ളവർ. അങ്ങനെയുള്ള ആരൊക്കെയാണ്? ഫാമിലിയിൽ ഗ്ലോക്കോമയുള്ള ആൾക്കാർ, മാതാപിതാക്കൾക്ക് സിബ്ലിങ്സിന് ആർക്കെങ്കിലും ഗ്ലോക്കോമ ഉണ്ടെങ്കിൽ അവരെന്തായാലും പീരിയോഡിക്കലി ചെക്ക് ചെയ്യണം. 40 വയസ്സിന് മുകളിലുള്ളവർ, ഇവരാണ് പ്രധാനമായിട്ടും ഗ്ലോക്കോമ ഉണ്ടോ എന്നുള്ളത് ചെക്കപ്പ് നടത്തേണ്ടത്. ഒരു 1 ഇയർ ഇടുമ്പോൾ കണ്ണ് സ്ക്രീൻ ചെയ്യിപ്പിക്കണം. എങ്ങനെയാണ് ഇത് നിർണ്ണയിക്കുക? ഒരു വിദഗ്ധൻ്റെ അടുത്ത്, ഒരു ഒഫ്താൽമോളജിസ്റ്റിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ഈസി ആയിട്ട് ഈ ഒരു മെഷീൻ വെച്ചിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഗ്ലോക്കോമ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവും. ഗ്ലോക്കോമയ്ക്ക് അഡീഷണൽ ആയിട്ട് ഫർദർ ടെസ്റ്റുകളും കാര്യങ്ങളും ഉണ്ട്. HFI ടെസ്റ്റ്, OCT സ്കാൻ ടെസ്റ്റ്, അങ്ങനെയുള്ള ടെസ്റ്റുകൾ ചിലപ്പോൾ ഡോക്ടർ നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്തിരിക്കും. കണ്ണിൻ്റെ മർദ്ദം വളരെ സിമ്പിളായിട്ട് ഏതൊരു ഒഫ്താൽമോളജി ക്ലിനിക്കിൽ പോയാലും നോക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒഫ്താൽമോളജിസ്റ്റ് കണ്ട് ഒപ്റ്റിക് നെർവ് പരിശോധിച്ച് ഗ്ലോക്കോമ ഉണ്ടോ ഇല്ലെന്ന് പറയും. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മരുന്നുകളുണ്ട്, ലേസറുണ്ട്, സർജറി ഉണ്ട്. അങ്ങനെ പല ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതലും ഉപയോഗിക്കുന്നത് തുള്ളിമരുന്നാണ്. വളരെ ഈസി ആയിട്ട് കണ്ണിനുള്ളിലേക്ക് ഡ്രോപ്സ് ഒഴിച്ചു കഴിഞ്ഞാൽ പ്രഷർ നിയന്ത്രിക്കാനും ഗ്ലോക്കോമ ഫർദർ വഷളാവാതിരിക്കാനും നമുക്ക് സാധ്യമാവും.